ഹായ് ഓൾ. സെലക്ഷൻ പോസ്റ്റ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങിയല്ലോ ഏപ്രിൽ 13 മുതൽ. മെയ് 4 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഈ വർഷം സെക്ഷണൽ ടൈമിംഗ് കൂടി വരുന്നുണ്ട്. 50 മിനിറ്റ്സ് വെച്ച് ഓരോ സബ്ജക്റ്റിന്. ഒരൊറ്റ എക്സാമാണ്. 10+2 ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ളവർക്ക് എഴുതാൻ പറ്റും. നോട്ടിഫിക്കേഷനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സിലബസിൽ. ഞാൻ ഇവിടെ നിന്ന് വെറുതെ കൊടുക്കാം. നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനും പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ssc.go.in എന്ന SSCയുടെ സൈറ്റിൽ പോയാൽ അവിടെ ഉണ്ടാവും. ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതെങ്ങനെയാണെന്നൊക്കെ ആ നോട്ടിഫിക്കേഷനിലുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഉണ്ടാവും. അത് വെച്ച് ലോഗിൻ ചെയ്ത് അവിടെ ലൈവ് എക്സാമിനേഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോം ഫില്ല് ചെയ്യാം. ഈ സെലക്ഷൻ പോസ്റ്റ് എക്സാമിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ കൊടുത്തത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. ലാസ്റ്റ് ആധാർ വെരിഫിക്കേഷനും ലൈവ് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഏതൊക്കെ പോസ്റ്റിന് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ കോഡും വേക്കൻസീസ് റീജിയനൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഉണ്ട് ഏതൊക്കെയാണ് പോസ്റ്റ് എന്നുള്ളതെല്ലാം. ഡീറ്റെയിൽസ് കാണുന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പോസ്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. എൻ്റെ ക്വാളിഫിക്കേഷനും എത്ര വേക്കൻസീസ് ഉണ്ടെന്നൊക്കെ നോക്കുക. കോഡും നോക്കി. ടോട്ടൽ 3003 വേക്കൻസീസാണ്. അതിൽ നമ്മളെ റീജിയൻ ഇപ്പോൾ കേരള, കർണാടക റീജിയന്, KK റീജിയന് അതിൽ സെലക്ട് ചെയ്താൽ ഏതൊക്കെ പോസ്റ്റ് എന്നുള്ളത് കിട്ടും. അതിൻ്റെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. അത് നോക്കി നമ്മളുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് എല്ലാ പോസ്റ്റിനും ഓരോ ആപ്ലിക്കേഷനായിട്ട് കൊടുക്കണം. എക്സാമിന് അപ്ലൈ ചെയ്യാൻ ഈ സൈറ്റിലും അല്ലെങ്കിൽ MySSC എന്ന് പറഞ്ഞ ആപ്പും ഉണ്ട്. അതിലും ചെയ്യാൻ പറ്റും. നോട്ടിഫിക്കേഷൻ നോക്കുന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആ ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്തിട്ട് അതിൽ കോഡ് അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെ വരും എന്തൊക്കെയാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന്. അത് പറ്റുമെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഓരോ കോഡ് വെച്ച് നോക്കിയിട്ട് എക്സാം എഴുതേണ്ട 3 സിറ്റീസ് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. ഏതൊക്കെ സ്ഥലത്താണ് എക്സാം സെൻറ്റേഴ്സ് ഉള്ളതെന്നുള്ള നോട്ടിഫിക്കേഷനുണ്ട്. ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ. അപ്പോൾ എല്ലാവരും നോക്കി അപ്ലൈ ചെയ്യുക. സെലക്ഷൻ പോസ്റ്റിന് ഓരോ പോസ്റ്റിന് വേക്കൻസീസൊക്കെ കുറവായിരിക്കും. ഇപ്പോൾ KK റീജിയനിലാണെങ്കിൽ സർവൈവറിന് നല്ല വേക്കൻസീസ് ഉണ്ട്. 197 എത്രയായിട്ടുണ്ട്. ബാക്കിയെല്ലാം കുറവാണെന്ന് വെച്ച് കൊടുക്കാതിരിക്കരുത്. നമുക്ക് പറ്റുന്ന ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഒരു വേക്കൻസി ആണെങ്കിൽ അപ്ലൈ ചെയ്യുക. ഓരോ പോസ്റ്റിന് എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതുള്ളവരാണെങ്കിൽ അതൊക്കെ നോക്കി ഒന്ന് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.